ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൂച്ചകളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് വന്ന കമൻറ്റാണ്. അവർക്ക് കുറേ പൂച്ചകളുണ്ട്, ആരൊക്കെയോ കൊണ്ട് വീടിൻ്റെ അവിടെ കളഞ്ഞിട്ടുണ്ട്, അവരെയൊക്കെ എടുത്തു വെച്ച് വേണമെങ്കിൽ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ അതിലും കഷ്ടമാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, പൂച്ചകളെയൊന്നും വളർത്താനായിട്ട് വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഓണർമാർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇവിടുത്തെ ഓണർ അങ്ങനെ അധികം വരാറില്ല. തെങ്ങ് കയറാനൊക്കെ വേണ്ടി വരാറുണ്ട്. ആ സമയത്ത് ഈ പൂച്ചകളെ കാണുമ്പോൾ ഓൾറെഡി ഇവിടെ നേരത്തെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ചകളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താ ഇവിടെ പൂച്ചകൾ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഏതൊക്കെയോ പൂച്ചകൾ വരുന്നു, ഞാൻ അവരെയൊക്കെ ഓടിച്ചു വിടും എന്ന് പറയും. എൻ്റെ വീഡിയോ ഒന്നും അവർ കാണാത്തതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഞാൻ അങ്ങേര് വരുമ്പോൾ പൂച്ചകളെയൊക്കെ അകറ്റി നിർത്തും. കാരണം ദേഷ്യപ്പെട്ടിട്ട് ഇവരെയൊക്കെ ഓടിച്ചാലോ എന്ന് വെച്ചിട്ട്. എൻ്റെയും ആഗ്രഹം ഇതുപോലെ പൂച്ചകൾക്ക് വേണ്ടി നല്ല കേജൊക്കെ പണിത് വളർത്തണം, അനാഥരായ പൂച്ചകളെയൊക്കെ സംരക്ഷിക്കണം. അതിനെനിക്ക് സ്വന്തമായിട്ട് ആദ്യം ഒരു വീട് വേണം. അതിന് ഒരു വഴിയില്ലാത്തിരിക്കണ എന്നോട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വളർത്തണമെന്ന്. പക്ഷേ അതിന് ആദ്യമായിട്ട് സ്വന്തം ഒരു വീട് വേണ്ടേ. ഇതല്ല എൻ്റെ അവസ്ഥയെങ്കിൽ ഞാൻ 2 കൈയും നീട്ടി ഇവർ സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. കൂടാതെ ധാരാളം അസുഖങ്ങളുള്ള ഒരാളാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ശ്വാസം മുട്ട്, എല്ല് തേയ്മാനം ഒക്കെയുള്ള ഒരാളാണ് ഞാൻ. 55 വയസ്സുമായിട്ടുണ്ട്. ഞാനെങ്കിലും സന്തോഷത്തോടെ നോക്കിയേനെ. പക്ഷേ എനിക്ക് തീരെ വയ്യാതെ, കാലും കൈയൊന്നും വയ്യാത്ത സമയത്ത് ഞാൻ എൻ്റെ അമ്മപ്പൂച്ചയെ 4 മക്കളെയും നല്ലൊരാൾക്ക് അഡോപ്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ 2 കൈ നീട്ടി എല്ലാവരെയും സ്വീകരിച്ചേനെ.